മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ പിടിവീടുകയാണ് ഒടുവിൽ. വിശദീകരണം നൽകണം. ചീഫ് സെക്രട്ടറിയെയും DGPയെയും വിളിപ്പിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിവാദമായ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിയെയും DGPയെയും ഗവർണർ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചു. പ്രസ്താവന നേരിട്ടെത്തി വിശദീകരിക്കാനാണ് നിർദ്ദേശം. മലപ്പുറം സ്വർണ്ണക്കടത്തും ഹവാല കേസുകളും വിശദീകരിക്കണം. ഇതിൽ ഉൾപ്പെട്ട ദേശവിരുദ്ധ ശക്തികൾ ആരെന്നും വിശദീകരിക്കണം. ഈ വിവരം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന് വിശദീകരിക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു. 2 വിഷയങ്ങളിലും ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ നൽകിയില്ല. ഇതേ തുടർന്നാണ് നേരിട്ടെത്താനുള്ള നിർദ്ദേശം. CPMനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. പിരിച്ച തുക കൈമാറാത്ത ഏരിയ കമ്മിറ്റി അംഗത്തെ പുറത്താക്കാൻ CPM തമ്മിലടിച്ച ബ്രാഞ്ച് സെക്രട്ടറിമാരുൾപ്പെടെയുള്ളവരെയും പുറത്താക്കും. പൂണിത്തുറയിലെ തമ്മിലടിയെ തുടർന്ന് 6 പേരെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ച തുക കൈമാറാത്ത തൃക്കാക്കര ഏരിയ കമ്മിറ്റി അംഗത്തെ പുറത്താക്കുമെന്ന് CPM. തൃക്കാക്കര ഏരിയ കമ്മിറ്റി അംഗത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കും. CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. പാർട്ടിക്ക് കളങ്കമുണ്ടാക്കും വിധം പ്രവർത്തിച്ച പ്രവർത്തകർക്കെതിരെയും നടപടി സ്വീകരിക്കേണ്ട ഗതികേടിലാണ് CPM. പൂണിത്തുറയിലെ തമ്മിലടിയെ തുടർന്ന് 6 പേരെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഉൾപ്പെടെയുള്ളവർക്കാണ് നടപടി. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. ഏതായാലും 4 പാട് നിന്നും പണിയാണ് CPMനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും. നിയമപരമായ പ്രശ്നങ്ങളിലടക്കം ഒപ്പം നിന്നതുകൊണ്ട് അൻവറിനെ CPM സംരക്ഷിച്ചിട്ടുണ്ടെന്ന് CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി തന്നെ ഇപ്പോൾ തുറന്നു പറയുകയാണ്. അത്തരത്തിൽ സംരക്ഷണം നൽകിയ പാർട്ടിയെ ഇപ്പോൾ ആക്രമിക്കാമെന്ന് അൻവർ വിചാരിച്ചാൽ അത് വകവച്ച് തരില്ലെന്നും CPM പറയുകയാണ്. നിലമ്പൂർ ചന്തക്കുന്നിൽ അൻവറിന്റെ നീക്കങ്ങൾക്കെതിരെ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് CPM നിലപാട് വ്യക്തമാക്കിയത്. CPM സ്വതന്ത്ര MLA ആയിരുന്ന അൻവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കലാപക്കൊടി ഉയർത്തി കഴിഞ്ഞ ദിവസം പുതിയ പാർട്ടി രൂപീകരിച്ചിരുന്നു. ബിസിനസ് ആവശ്യങ്ങൾക്ക് വിദേശത്തേക്ക് പോകേണ്ടി വരും, അതിലൊന്നും പ്രശ്നമില്ല. എന്നാൽ മാസങ്ങളോളം ആഫ്രിക്കയിൽ പോയി കിടന്നപ്പോൾ ഇവിടെ PV അൻവറിനെ സംരക്ഷിച്ച് നിർത്തിയത് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ നാവുകളാണ്. ഞങ്ങളല്ലേ അൻവറിനെ സംരക്ഷിച്ച് നിർത്തിയത്. ആഫ്രിക്കയിൽ പോയി മാസങ്ങളോളം തിരിച്ചതായപ്പോൾ നിലമ്പൂരിലെ MLA കണ്ടുപിടിച്ചു കൊണ്ടുവരണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ അൻവറിനെ സംരക്ഷിച്ചവരാണ് CPM. കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തി സംരക്ഷിച്ചവരാണ്. ആ സംരക്ഷണം തീർത്ത പാർട്ടിയെ ഇപ്പോൾ കയറി ആക്രമിക്കാമെന്ന് വിചാരിച്ചാൽ നിലമ്പൂരിന്റെ മണ്ണിൽ നടക്കുന്ന കാര്യമല്ലെന്നാണ് CPM ഏരിയ സെക്രട്ടറി പറയുന്നത്. അൻവർ തന്റെ ഗൂഢാലോചനയുമായി മുന്നോട്ട് പോകുന്നു. അൻവർ അവകാശപ്പെട്ടത് നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും മണികളും അൻവറിന്റെ പിന്നിൽ അണിനിരക്കുമെന്നാണ്. അൻവറിന്റെ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരും പോകില്ല എന്ന് തീരുമാനിച്ചതാണ്. നേരത്തെ അൻവറിനെ പിന്തുണച്ച നിലമ്പൂർ ആയിഷയെ വേദിയിലിരുത്തിയാണ് CPM രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയത് എന്തിനെന്ന് സർക്കാർ പിന്നീട് വ്യക്തമാക്കുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അജിത് കുമാറിന്റെ കാര്യത്തിൽ സർക്കാർ വാക്കുപാലിച്ചു. അജിത് കുമാറിനെതിരായ നടപടിക്ക് കാരണമെന്തെന്ന് രാഷ്ട്രീയം അറിയുന്നവർക്ക് മനസ്സിലാകും. നടപടിക്കായി വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് മാധ്യമങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. ഒരു സമ്മർദ്ദത്തിന്റെയും പ്രശ്നമുണ്ടായിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് കിട്ടിയാൽ നടപടിയെടുക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത്. ആ തീരുമാനം അക്ഷരം പ്രതി നടപ്പാക്കി. അജിത് കുമാർ RSS കൂടിക്കാഴ്ചയിൽ വ്യക്തമായ അന്വേഷണം വരും. റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ച് നടപടി ഉണ്ടാകും. ADGP വിഷയത്തിൽ CPI സമ്മർദ്ദമുണ്ടാക്കിയെന്ന് വെറുതെ പറയുന്നതാണ്. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് CPI ഒരു കത്തും തന്നിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഫോൺ ചോർത്തൽ ആരോപണത്തിൽ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ മുഖ്യമന്ത്രി PV അൻവർ ഫോൺ ചോർത്തിയെന്ന വിഷയം ഗൗരവമുള്ളതെന്നും കേസെടുത്തതെന്നും നിയമസഭയിൽ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ സംഭാഷണം പോലീസ് ഉദ്യോഗസ്ഥൻ ചോർത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മറുപടി. ഇക്കാര്യത്തിൽ ഗവർണർ കത്ത് നൽകിയത് മാധ്യമ വാർത്തകളെ തുടർന്നാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ഭരണാധികാരികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ ചോർത്തിയതായി MLA വെളിപ്പെടുത്തിയത് ഗൗരവത്തോടെ കാണുന്നുവെന്നും കോട്ടയം കറുകച്ചാലിൽ ലഭിച്ച പരാതിയിൽ കേസെടുത്തെന്നും അദ്ദേഹം അറിയിച്ചു. നിയമസഭയിൽ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സംഘർഷവും. സ്പീക്കറുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന ചോദ്യത്തെ ചൊല്ലി നിയമസഭയിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. സ്പീക്കർ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലെന്ന് മുഖ്യമന്ത്രിയും മന്ത്രി MB രാജേഷും സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് തള്ളിക്കയറി പ്രതിപക്ഷവും. ചോദ്യോത്തര വേള മുതൽ ശൂന്യവേള വരെ നീണ്ട സംഭവങ്ങൾ വലിയ ചർച്ചയായിരുന്നു. PV അൻവർ മലപ്പുറത്ത് CPMന് ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ. ഇതിനിടെ മലപ്പുറം വഴിക്കടവിൽ 30ഓളം കുടുംബങ്ങൾ BJPയിൽ ചേർന്നു.
വൻ സ്വീകരണം നൽകി പാർട്ടി നേതൃത്വം. മലപ്പുറം വഴിക്കടവ് പഞ്ചായത്തിലെ പാലാട്ടിൽ 30ഓളം കുടുംബങ്ങൾ BJP, കോൺഗ്രസ്, CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരാണ് BJPയിൽ അംഗത്വമെടുത്തത്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് BJPയുടെ ഭാഗമായത്. അംഗത്വം സ്വീകരിച്ചവർക്ക് വൻ സ്വീകരണമാണ് BJP നേതൃത്വം നൽകിയത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ കോരിച്ചൊരിയുന്ന മഴയെ വകവെക്കാതെ പാലാട് ടൗണിൽ നിന്നാരംഭിച്ച പ്രകടനം തെക്കേ പാലാട് ജംഗ്ഷനിൽ സമാപിച്ചു. BJP സംസ്ഥാന സമിതി അംഗവും നാളികേര വികസന ബോർഡ് വൈസ് ചെയർമാനുമായ K. നാരായണൻ മാസ്റ്ററാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. CPMൽ കാര്യങ്ങൾ കൈവിട്ട കളിയായി മാറുകയാണ്. പാതിരായ്ക്ക് നടുറോഡിൽ ചേരതിരിഞ്ഞ് തമ്മിലടി. CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 6 പേർ അറസ്റ്റിൽ. CPM പൂണിത്തുറ LC യോഗത്തിലെ കയ്യാങ്കളി 10 ബ്രാഞ്ച് സെക്രട്ടറിമാരെ മാറ്റാൻ നീക്കം. ഇതിനിടയിൽ ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ നീക്കമെന്നുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നു. ദർശന നിഷേധത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. അവിടെ കൊണ്ടും തീർന്നില്ല. നിയമസഭാ സമ്മേളനം ബഹളമയമാണ്. പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്തു നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് പ്രതിപക്ഷവും കരുത്തു കാട്ടുകയാണ്. CPMനും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല. നടുറോഡിൽ CPM പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ച സംഭവത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 6 പേർ അറസ്റ്റിൽ. പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് ബാബു, സൂരജ് ബാബു, പൂണിത്തുറ അയ്യങ്കാളി റോഡ് കളത്തിപ്പറമ്പിൽ സൂരജ്, ഏരൂർ കൊപ്പറമ്പ് പുളിക്കൽ ബൈജു, കളത്തിപ്പറമ്പിൽ സനീഷ്, മരട് മഠത്തിൽ NK സുനിൽകുമാർ എന്നിവരെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രിയാണ് പേട്ട ജംഗ്ഷനിൽ CPM പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ പാർട്ടി ലോക്കൽ സെക്രട്ടറി PR സത്യൻ ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റിരുന്നു. പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളാണ് അടിപിടിയിലെത്തിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി യോഗത്തിനു ശേഷം പേട്ട ജംഗ്ഷനിൽ പാർട്ടി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തമ്മിലടിച്ച സംഭവത്തിൽ പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള 10 ബ്രാഞ്ച് സെക്രട്ടറിമാരെ മാറ്റാൻ നീക്കം. അന്തിമ തീരുമാനം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ്. അതേസമയം പാർട്ടി പ്രവർത്തകരുടെ തമ്മിലടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗമടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് CPMന് തീരാ നാണക്കേടായി മാറിയിരിക്കുകയാണ്. പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ തർക്കങ്ങളാണ് നാട് റോഡിലെ പരസ്യ പോരിലേക്ക് എത്തിയത്. പാർട്ടി ലോക്കൽ കമ്മിറ്റിയിലും തർക്കങ്ങളുണ്ടായിരുന്നു. കടുത്ത വിഭാഗീയതയും തർക്കവുമാണ് പരസ്യമായ കൂട്ടത്തല്ലിൽ കലാശിച്ചത്. സംഘടനത്തെ തുടർന്ന് ഇരുപക്ഷത്തുള്ളവർക്കും പരിക്കേറ്റിരുന്നു. ലോക്കൽ കമ്മിറ്റിയിൽ 17 ബ്രാഞ്ച് കമ്മിറ്റികളാണുള്ളത്. 16 ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞു. ഇതിൽ 10 ബ്രാഞ്ച് സെക്രട്ടറിമാരെയാണ് മാറ്റാൻ നീക്കം നടക്കുന്നത്. നേരത്തെ ഇവരിൽ പലർക്കുമെതിരെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായി നടപടി നേരിട്ടവരാണെന്നാണ് വിശദീകരണം. കൂടാതെ സംഭവത്തിൽ LC മെമ്പർ അടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഭക്തരുടെ എണ്ണം നിയന്ത്രിച്ച് ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാനുള്ള പിണറായി സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഒരു ദിവസം പരമാവധി 80,000 പേർക്ക് മാത്രം ദർശന സൗകര്യം നൽകിയാൽ മതിയെന്ന് തീരുമാനിച്ചത്. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശബരിമലയിൽ പ്രവേശനം വെർച്വൽ ക്യൂ വഴി മാത്രമാണെന്നാണ് യോഗം തീരുമാനിച്ചത്. എരുമേലി പുൽമേട് വഴിയുള്ള കാനനപാതയ്ക്കും ഓൺലൈൻ ബുക്കിംഗ് വേണം. കഴിഞ്ഞ മണ്ഡലകാലം വരെയുണ്ടായിരുന്ന സ്പോട്ട് ബുക്കിംഗ് വേണ്ടെന്നും യോഗത്തിൽ തീരുമാനിച്ചു. ഓൺലൈൻ ബുക്കിംഗ് വഴി മാത്രം പ്രവേശനം മതിയെന്ന പോലീസ് നിർദ്ദേശം യോഗം അംഗീകരിക്കുകയായിരുന്നു. ഹിന്ദു ഐക്യവേദിയും BHPയും തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ കാലങ്ങളായി ഇടത് സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ പുതിയ രൂപമാണ് അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കാനുള്ള നീക്കമെന്ന് സംഘടനകൾ ആരോപിച്ചു. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ പ്രതിഷേധം. പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മൈക്ക് ഓഫ് ചെയ്തു. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്തതാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഇതോടെ ചോദ്യങ്ങൾ ചോദിക്കാതെ പ്രതിപക്ഷം തുടർന്ന് ചോദ്യോത്തരവേള ബഹിഷ്കരിക്കാനും തീരുമാനിച്ചു. സഭയുടെ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചും പ്ലക്കാർഡ് ബാനർ ഉയർത്തിയുമാണ് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത്. അതിനിടെ മുഖ്യമന്ത്രി മറുപടി പ്രസംഗം തുടർന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖവും PR വിവാദവും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ വെട്ടിക്കുറച്ചതിനെ തുടർന്ന് സഭയിൽ ബഹളമുണ്ടായി. ഇക്കാര്യത്തിൽ വിവേചനം കാണിച്ചിട്ടില്ലെന്നും വീഴ്ചയില്ലെന്നും സ്പീക്കർ മറുപടി നൽകി. ഇതോടെ സ്പീക്കർ രാജിവെക്കണമെന്നും ആവശ്യമുയർന്നു. ADGP RSS കൂടിക്കാഴ്ച VD സതീശൻ സഭയിൽ ഉന്നയിച്ചു. മലപ്പുറം വിവാദവും പ്രതിപക്ഷം സഭയിൽ ഉയർത്തി. പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സഭാ TVയിൽ കാണിച്ചതുമില്ല. 7 ദിവസമാണ് സഭാ സമ്മേളനം തുടരുക. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, PR വിവാദം, CPMും BJPയും തമ്മിൽ ആരോപിക്കപ്പെടുന്ന ബന്ധം, തൃശൂർ പൂരം കലക്കൽ, അജിത് കുമാറും RSS നേതാക്കളും തമ്മിലെ കൂടിക്കാഴ്ച, അജിത് കുമാറിന്റെ സ്ഥാനമാറ്റം എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ നിലനിൽക്കെയാണ് സഭാ സമ്മേളനം.